നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അർജന്റീന ടീമിന്റെ പേരിലെ തട്ടിപ്പ് അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശൻ. കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ. മുൻ സർക്കാരിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി. മഴക്കെടുതിയിൽ വിളകൾ നശിച്ച കർഷകർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി T. സിദ്ദിഖ്. കൃഷി ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും ധനസഹായം നൽകുമെന്നും മന്ത്രി. അമ്പലപ്പുഴ NSS താലൂക്ക് യൂണിയനെതിരെ പ്രതിഷേധവുമായി നായർ ശബ്ദം കൂട്ടായ്മ. യൂണിയനിൽ നടക്കുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവുമെന്ന ആരോപണം. വെള്ളിയാഴ്ച യൂണിയൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. വാർത്തകളിലേക്ക് വിശദമായി. അർജന്റീന ടീമിന്റെ പേരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടെന്നും മുൻ സർക്കാരിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. എന്റെ മുമ്പിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയും. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിന് മീത് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിൽ എല്ലാ മാർഗത്തും. അത് പ്രഥമ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരുതരമായ ക്രമക്കേട് അക്കാര്യത്തിലുണ്ട്. ഒന്നൊരു GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. രണ്ട്, ആ വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ അകത്ത് അത് മരവിപ്പിക്കപ്പെട്ട പോലെ അന്വേഷണം മരവിക്കപ്പെട്ടതുപോലെയുള്ള ഒരു സ്ഥിതി പിന്നീടുള്ള 7 മാസം ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാരിന് നഷ്ടപ്പെട്ട തുക ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഉണ്ടായിരിക്കുന്ന അനാസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അത് ധനകാര്യ വകുപ്പ് നടത്തും. ഞാനൊരു ഭയങ്കര സംഭവം എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇത് ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ടെന്നും മുൻ സർക്കാരിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുറമെ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്ക് 2 ലക്ഷം രൂപ കൂടി നൽകുവാനും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ബോണസ് നൽകുവാനും തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു. വിഴിഞ്ഞത്ത് കരവഴി ചരക്കു നീക്കം ഈ മാസം 18 മുതൽ ആരംഭിക്കുമെന്നും കേന്ദ്രം പാസാക്കിയ ധാതു നിയമം കേരളത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. MDMA കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെ നവകേരള സദസ്സിലെ പ്രതിഷേധത്തിൽ പരിക്കേറ്റയാൾ എന്ന നിലയിൽ വിളിച്ചിട്ടുണ്ടെന്നും തനിക്ക് സോഷ്യൽ മീഡിയ ടീമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതെങ്കിലും മാധ്യമ വാർത്ത നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇടപെടുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഴക്കെടുതിയിൽ വിളകൾ നശിച്ച കർഷകർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി T. സിദ്ദിഖ്. പത്തനംതിട്ട ജില്ലയിലെ മഴക്കെടുതി പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം കളക്ടറേറ്റ് ഗവി കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷി ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും ധനസഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായതായി മന്ത്രി T. സിദ്ദിഖ് വ്യക്തമാക്കി. കൃഷിനാശത്തിന്റെ പ്രാഥമിക കണക്കെടുപ്പ് 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും. കൃഷിനാശം വിലയിരുത്തുന്നതിനും പുനർനടിയിൽ പ്രവർത്തനത്തിനുമായി പ്രത്യേക ഡ്രൈവ് ആരംഭിച്ചു. ഇതിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ ആവശ്യമെങ്കിൽ നിയോഗിക്കും. കൃഷി ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ ഫ്ലഡിന്റെ പശ്ചാത്തലത്തിൽ FIR ഇനി ഏതെങ്കിലും ലോഡ്ജ് ചെയ്യാനുണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് PA പ്രത്യേകം പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ഉടനെ അത് അതിനുവേണ്ടി ഒരു സ്പെസിഫിക്കായി FIR ഇടാത്തതായ ഒരു പ്രോസസ്സ് ഉണ്ടാവാൻ പാടില്ല. 2 ദിവസം കൊണ്ട് നിർബന്ധമായും FIR പ്രവർത്തനം എല്ലായിടത്തും നടന്നു എന്ന് ഉറപ്പുവരുത്തണം. 2 ദിവസം കൊണ്ട്.
2, ക്രോപ്പ് ലോസിൻ്റെ അസസ്മെൻറ്റും പുനർനടിയിൽ പ്രവർത്തനത്തിനും വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യും. സ്പെഷ്യൽ ഡ്രൈവ്. ആ സ്പെഷ്യൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി PA നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ അടക്കം പങ്കെടുക്കാൻ സാധിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റേർണൽ മീറ്റിംഗ് നടക്കണം. എവിടെയാണ് ആളില്ലാത്തത് എന്നുള്ളത് നേരിട്ട് അതിൻ്റെ റിപ്പോർട്ട് തരണം. പമ്പ് സെറ്റ്, ജനറേറ്റർ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയ്ക്കുണ്ടായ നഷ്ടം കമ്മ്യൂണിറ്റി അസറ്റ് ഡാമേജ് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി പരിഹരിക്കും. നിലവിലെ ബണ്ടുകൾ ശക്തിപ്പെടുത്തും. കർഷകരുടെ കൃഷിഭൂമിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പമ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള ചെലവ് സർക്കാർ വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. MLA-മാരായ പഴകുളം മധു, CV ശാന്തകുമാർ, KU ജനീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയ്, ജില്ലാ കളക്ടർ A നിസാമുദ്ദീൻ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കനത്ത മഴയിൽ ഗുരുതരമായ കൃഷിനാശം സംഭവിച്ച തിരുവല്ല പുളിക്കീഴ് ബ്ലോക്കിലെ വിവിധ പ്രദേശങ്ങളും കൃഷിവകുപ്പ് മന്ത്രി T സിദ്ദീഖ് സന്ദർശിച്ചു. കുറ്റൂർ, നിരണം, നെടുമ്പ്രം, കടപ്ര, പെരിങ്ങര പഞ്ചായത്തുകളിലെയും തിരുവല്ല നഗരസഭാ പ്രദേശങ്ങളിലെയും കൃഷിയിടങ്ങളാണ് മന്ത്രി സന്ദർശിച്ചത്. അമ്പലപ്പുഴ NSS താലൂക്ക് യൂണിയനെതിരെ നായർ ശബ്ദം എന്ന പേരിൽ പ്രതിഷേധ കൂട്ടായ്മ രൂപം കൊണ്ടു. അഴിമതിയും സുജനപക്ഷപാതവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കൊട്ടാരപാലത്തിന് സമീപത്തെ യൂണിയൻ ഓഫീസിന് മുന്നിൽ വെള്ളിയാഴ്ച പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിനും ആചാര്യ ദർശനങ്ങളുടെ പുനരുജ്ജീവനത്തിനുമായാണ് നായർ ശബ്ദം എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്വജനപക്ഷപാതമാണ് യൂണിയനിൽ നടക്കുന്നതെന്നും 12ഓളം അനധികൃത നിയമനങ്ങൾ നടത്തിയെന്നുമാണ് ആരോപണം. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരായി വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ആലപ്പുഴ കൊട്ടാരപ്പാലത്തിന് സമീപമുള്ള NSS താലൂക്ക് യൂണിയൻ ഓഫീസിന് മുൻവശം പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. പല സന്ദർഭങ്ങളിലും ഹെഡ് ഓഫീസിൽ നടക്കുന്ന അവിടെ നിന്ന് വരുന്ന അപ്പോയിൻമെൻറ്റ് തൊഴിലവസരങ്ങൾ, ഈ തൊഴിലവസരങ്ങൾ ഇവിടെ വന്ന് ഇവരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും എല്ലാം അവിടെ കയറ്റിവെക്കുകയാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്ന NSS അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഏതാണ്ട് 12ഓളം നിയമനങ്ങളാണ് ഇവിടെ അമ്പലപ്പുഴ താലൂക്ക് യൂണിയനിൽ അനധികൃതമായിട്ട് നടത്തിയിട്ടുള്ളത്. ഒരുപാട് പേര്, നായർ സമുദായത്തിൻ്റെ നിരവധി ആളുകൾ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ സമുദായത്തിലുണ്ട്. മുന്നോക്കമെന്ന ഓമന പേര് നൽകി സമുദായത്തെ ഒരു പ്രത്യേക ലെവലിലോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ലാതെ ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഈ സമൂഹത്തെ, അവർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ നിന്ന് അകന്നു മാറി നിൽക്കുന്ന NSS എന്ന് പറയുന്ന സംഘടനയുടെ ഇപ്പോഴത്തെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, ഇവരെല്ലാം കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നാം ഈ സമുദായത്തിൽപ്പെട്ടവരെ, പാവപ്പെട്ട ആൾക്കാരെ അവഗണിക്കുക എന്നുള്ളതാണ്. 14-ാം തീയതി രാവിലെ 10 മണിക്ക് ഈ താലൂക്ക് യൂണിയൻ ഓഫീസിൻ്റെ മുമ്പിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് മന്നത്തിൻ്റെ ചെറുമകനാണ് ഡോക്ടർ ബാലചന്ദ്രൻ സാറാണ്. പ്രതിഷേധ സംഗമത്തിൽ നിരവധി പ്രമുഖ സമുദായ നേതാക്കളും പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ജനറൽ സെക്രട്ടറി PK രാജീവ്, മനോജ് K അമ്പലപ്പുഴ, G മുരളീധരൻ, NK രഘുനാഥ്, B ഉണ്ണികൃഷ്ണൻ, ഇന്ദു ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളക്കെട്ട് തുടരുന്ന സ്ഥലത്ത് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വയലിൽ വീണു. പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് ചാത്തങ്കരിയിലാണ് സംഭവം. ഇതോടെ വീടിന്റെ അടുക്കള ഉൾപ്പെടുന്ന ഭാഗം വിണ്ടുകീറി. പെരിങ്ങര ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡിൽ ചാത്തങ്കരി കൂന്തംകുളത്തിൽ KS സുനിലിന്റെ വീടാണ് അപകട ഭീഷണിയിലായത്. കരിങ്കല്ല് ഉപയോഗിച്ച് കെട്ടിയ സംരക്ഷണ ഭിത്തിയുടെ 20 മീറ്ററോളം ഭാഗമാണ് കഴിഞ്ഞ ദിവസം വലിയ ശബ്ദത്തോടെ പാടത്തേക്ക് പതിച്ചത്. ശബ്ദം കേട്ട് ഭയന്ന കുടുംബാംഗങ്ങൾ പുറത്തെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. 6 അടിയിലധികം ഉയരത്തിലാണ് പാടത്തിൽ ഇപ്പോഴും വെള്ളം കെട്ടി കിടക്കുന്നത്. മുറ്റത്ത് പാകിയിരുന്ന തറയോടുകളടക്കം ഒലിച്ചുപോയി. വീടും സംരക്ഷണ ഭിത്തിയും തമ്മിൽ 6 അടിയോളം അകലം മാത്രമാണുള്ളത്. അടുക്കള ഭാഗം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണിപ്പോൾ. ലോൺ ഉൾപ്പെടെ എടുത്തു നിർമ്മിച്ച വീടാണ് അപകട ഭീഷണി നേരിടുന്നത്. വെള്ളക്കെട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ഇവിടെ കയറി അങ്ങ് വെള്ളം കയറി നിൽക്കുവായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ വെള്ളം ഇറങ്ങിയപ്പോ ആ കൂട്ടത്തിൽ ഇടിഞ്ഞു പോയത്. കൽക്കെട്ട് മൊത്തം ഇടിഞ്ഞു. പിന്നെ മേളിലെ ബെൽറ്റ് ഉള്ളതുകൊണ്ട് മതിൽ നിൽക്കുന്നു. വീട് ഏത് നിമിഷവും നിലം പതിക്കാം എന്ന തരത്തിൽ വീടിൻ്റെ മുകൾ വശം
ചരിഞ്ഞ് നിൽക്കുന്നതായി ദൂരെ നിന്ന് നോക്കിയാലും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു വളരെയധികം കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് വെച്ചിട്ടുള്ള വീടാണ്. കച്ചവടം നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പരിഹരിക്കുന്നതിന് അവരെ കൊണ്ട് യാതൊരു നിർവാഹമില്ലാത്ത ഒരു കുടുംബമാണ്. 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് നീതി ലഭിക്കണം, അവർക്ക് വേണ്ട സഹായം ഉണ്ടാകണം. ലോണ് പോലും അടച്ചു തീർന്നിട്ടില്ല. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് എഞ്ചിനീയർ തുടങ്ങിയവരും ജില്ലാ പഞ്ചായത്ത് അംഗം സാം ഈപ്പൻ അടക്കമുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. വെള്ളം കയറി ചെളി നിറഞ്ഞ ചമ്പക്കുളം കണ്ടങ്കരി ദേവി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നോടിയായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ ട്രഷററും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ജിസ്മി ജനാർദ്ദനൻ, ജില്ലാ സെക്രട്ടറി അംഗം KG അരുൺകുമാർ, തകഴി ബ്ലോക്ക് സെക്രട്ടറി അജു ആനന്ദ്, റോഷൻ S രമണൻ, സുമേഷ്, അഖിൽ ഷാജി, അശ്വിൻ ബിജു, സ്വാതിമോൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് 100 മേനി വിളവ് നേടി ചങ്ങനാശ്ശേരി സ്വദേശി അനിത M കാസിം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ മികച്ച മട്ടുപ്പാവ് കൃഷിക്കുള്ള അവാർഡ് അനിതയ്ക്ക് സ്വന്തം. 10 ഗ്രോ ബാഗിൽ തുടങ്ങിയ കൃഷി ഇന്ന് 600-ലെത്തി നിൽക്കുകയാണ്. അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികൾക്കായി തുടങ്ങിയ കൃഷിയാണ് വളർന്ന് പന്തലിച്ചത്. ഇപ്പോൾ ജൈവ പച്ചക്കറി വാങ്ങുവാൻ ഒട്ടേറെ ആളുകളും എത്തുന്നുണ്ട്. പച്ചമുളക്, ക്യാരറ്റ്, തക്കാളി, വഴുതന, വെണ്ട, കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികൾക്ക് പുറമെ 50 ഇനം ഫലവൃക്ഷ കൃഷിയും തേനീച്ച കൃഷിയും മട്ടുപ്പാവിലുണ്ട്. കെയിൽ, ലെറ്റ്യൂസ് എന്നിവ പച്ചക്കറിയിലെ പുതുമകളാണ്. 15 തരം കിഴങ്ങുകളും കൃഷി ചെയ്യുന്നു. സീതപ്പഴം, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, വിവിധയിനം ചാമ്പയ്ക്ക, 8 ഇനം മാവുകൾ എന്നിവയാണ് ഫലവൃക്ഷത്തിലുള്ളത്. പ്ലാസ്റ്റിക് ഡ്രമ്മിൽ പ്രൂണിംഗ് ചെയ്താണ് ഫലവൃക്ഷ കൃഷി ചെയ്യുന്നത്. ചാണകപ്പൊടി, കോഴിക്കാഷ്ടം എന്നിവ ചേർത്തുള്ള ജൈവവളം സ്വന്തമായി ഉണ്ടാക്കുന്നു. ഒരിടത്തിൽ കോഴി വളർത്തലും മീൻ വളർത്തലും യഥേഷ്ടം നടക്കുന്നു. കൃഷി ചെയ്യുന്ന കറ്റാർവാഴ, ശംഖുപുഷ്പം, കസ്തൂരിമഞ്ഞൾ, തേൻ എന്നിവ ഉപയോഗിച്ച് വിവിധതരം സോപ്പുകളും വീട്ടിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഭർത്താവ് ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ ഡീൻ ഡോക്ടർ KT ഷാനവാസ്. ഫാത്തിമ ഷാനവാസും ആമിന ഷാനവാസുമാണ് മക്കൾ. BSc B.Ed ബിരുദധാരിയായ അനിത കൃഷി തുടങ്ങിയിട്ട് 10 വർഷങ്ങൾ പിന്നിട്ടു. 10 ഗ്രോ ബാഗിൽ തുടങ്ങിയ പച്ചക്കറി കൃഷി ഇന്ന് 600 എണ്ണമായി മാറി. അതിന്റെ സന്തോഷവും അനിത പങ്കുവെക്കുന്നു. ഇവിടെ പച്ചക്കറി ഇനങ്ങൾ ഒരു 100-ലധികം വെറൈറ്റികൾ പച്ചക്കറി ഇനങ്ങളായിട്ട് തന്നെയുണ്ട്. പിന്നെ ഓരോ സീസൺ അനുസരിച്ച് ശീതകാലമാകുമ്പോൾ ശീതകാല പച്ചക്കറികൾ, അല്ലാത്ത സമയങ്ങളിൽ എങ്ങനെയായാലും ഒരു 100-ലധികം വെറൈറ്റി പച്ചക്കറികൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ ആവശ്യത്തിനും പിന്നെ പുറത്ത് 2-3 കസ്റ്റമേഴ്സിന് വിപണനം ചെയ്യാനുള്ളതായിട്ടുള്ള പച്ചക്കറി എനിക്ക് എൻ്റെ ഈ ടെറസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ ഒരു 50 വെറൈറ്റിയിലധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കാര്യമായ വിളവുകൾ എനിക്ക് കിട്ടാറുണ്ട്. ശിവഗിരി മഠത്തിൽ നിന്നും കുട്ടനാട്ടിലെ പ്രളയബാധിതർക്ക് എത്തിക്കുവാനായി നൽകിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്തു. ബുധനാഴ്ച രാവിലെ ശിവഗിരി മഠം സന്യാസി ശ്രേഷ്ഠൻ അസംഗാനന്ദഗിരി സ്വാമികൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശിവഗിരി മഠത്തിൽ നിന്നും കുട്ടനാട്ടിലെ പ്രളയബാധിതർക്ക് നൽകുവാൻ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിച്ചത്. ചടങ്ങിൽ ശിവഗിരി മഠം സന്യാസി ശ്രേഷ്ഠൻ ശ്രീമദ് ജ്ഞാനതീർത്ഥ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മറ്റ് ജില്ലകളിലേക്കാളൊക്കെ ഉപരി ധാരാളം ഗുരുഭക്തന്മാർ ആലപ്പുഴ ജില്ലയിൽ ഗുരുഭക്തന്മാരായിട്ടുണ്ട്. അത്തരത്തിലെല്ലാം കൊണ്ടും ശിവഗിരി മഠം ഇത്തരത്തിൽ ഒരു കരുതൽ കുട്ടനാടിനെ സംബന്ധിച്ച് മുൻവർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ തന്നെയും വലിയൊരു പ്രഷർ ശിവഗിരി മഠത്തിൽ ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴെങ്കിലും നമുക്കത് കൊടുക്കാൻ സാധിച്ചത്. അത്തരത്തിൽ ഇവിടെ നിന്നുള്ള വീഡിയോ, അതുപോലെ തന്നെ പലരും വെള്ളം കയറുന്ന ദുരിത അനുഭവങ്ങൾ, നമ്മുടെ ചന്ദ്രൻ പിടുങ്ങുന്നൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു പാട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് അത് ചന്ദ്രകളപ്പം ചാർത്തി ഉറങ്ങുന്ന തീരം വെള്ളത്തിൽ ഇങ്ങനെ നീന്തി നടക്കുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം കഷ്ടപ്പാട് ഈ വെള്ളപ്പൊക്ക സമയത്ത് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതിന് പൂർണ്ണമായും
ശാശ്വതമായൊരു പരിഹാരം വെള്ളപ്പൊക്കം ഇല്ലാതാക്കാനൊന്നും നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടേതായ ഒരു കരുതൽ. ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര കോർഡിനേറ്റർമാരായ ചന്ദ്രൻ പുളങ്ങുന്ന, സതീശൻ അത്തിക്കാട്, കേന്ദ്ര സമിതി അംഗം MD സലീം, ജില്ലാ സെക്രട്ടറി മുട്ടം സുരേഷ്, ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് R രമണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ PP മനോഹരൻ, മുരളീധരൻ, മാതൃസഭ ജില്ലാ പ്രസിഡന്റ് ചന്ദ്ര ഗോപിനാഥ്, ജില്ലാ സെക്രട്ടറി കൃഷ്ണമ്മ രാജേന്ദ്രൻ, മാതൃസഭ മണ്ഡലം പ്രസിഡന്റ് സന്ധ്യാപ്രസാദ്, സെക്രട്ടറി സജിനി ജയൻ, ഇതിനു പുറമെ ആലപ്പുഴ, കായംകുളം, മാവേലിക്കര മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് SR ഷിജോ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി MR ഹരിദാസ്, മണ്ഡലം ട്രഷറർ അനിൽ പനന്താനം തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. പാട്ടിന്റെ താളവും പായസത്തിന്റെ മാധുര്യവുമുള്ള ഒരു ഓണക്കാലം കൂടി വന്നെത്തി. ഏവർക്കും ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണക്കാലം ആഘോഷമാക്കാൻ വമ്പിച്ച ഓഫറുകളുമായി ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ. തടി കട്ടിലിനോടൊപ്പം TV സ്റ്റാൻഡ്, തടി അലമാരയോടൊപ്പം ഓഫീസ് ടേബിൾ, ദിവാൻ കോട്ടിനോടൊപ്പം 2 പ്ലാസ്റ്റിക് ചെയർ, സ്റ്റീൽ സെറ്റിയോടൊപ്പം മൾട്ടിവുഡ് ടീപ്പോ, വലിയ സ്റ്റീൽ അലമാരയോടൊപ്പം സ്റ്റീൽ ക്ലോത്ത് സ്റ്റാൻഡ്, സെറ്റിയോടൊപ്പം ടീപ്പോ, മെത്തയോടൊപ്പം പില്ലോ കവർ, ബെഡ്ഷീറ്റ്. കൂടാതെ 5000 രൂപയ്ക്ക് മുകളിലെ ഓരോ പർച്ചേസിനും ഓണപ്പുടവ. ഈ സുവർണാവസരം സെപ്റ്റംബർ 16 വരെ മാത്രം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ, AC റോഡ്, മാമ്പുഴക്കരി. ഞങ്ങളുടെ വർക്ക്ഷോപ്പ് കൊച്ചുപുരയിൽ ഫർണിച്ചർ, തൃക്കൊടിത്താനം, കിളിമല. കോൺടാക്ട് നമ്പർ 9656685898. വാർത്തകൾ തുടരുന്നു. കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പുളങ്ങുന്ന ക്യാമ്പസിൽ നിന്നും മുൻ അധ്യയന വർഷത്തിൽ BTech, MCA, PhD എന്നീ വിവിധ പ്രോഗ്രാമിൽ നിന്നുള്ള ബിരുദധാരികളായ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് വെള്ളിയാഴ്ച നടക്കും. കൊച്ചി കുസാറ്റ് കോംപ്ലക്സിൽ വൈകിട്ട് 3 നടക്കുന്ന ചടങ്ങ് സംസ്ഥാന സൈനിക വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാടിൻ്റെ 2026 കൊല്ലത്തെ ഗ്രാജുവേഷൻ സെറിമണി 14 ഓഗസ്റ്റ് 2026 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സെമിനാർ കോംപ്ലക്സിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് ഡോക്ടർ രാജു നാരായണസ്വാമിയാണ് വരുന്നത്. ഒരു 113 കുട്ടികൾക്കായിട്ടാണ് നമ്മൾ ഗ്രാജുവേഷൻ കൊടുക്കുന്നത്. അതിൽ PhD-കാരുണ്ട്, MCA-കാരുണ്ട്, BTech-കാരുണ്ട്. നമുക്ക് ഈ കൊല്ലം MCA-ക്ക് 2 റാങ്കും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്കും, BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 2nd റാങ്കും ഇത്തവണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെയും നമ്മൾ ഈ സമയത്ത് ആദരിക്കുന്നുണ്ട്. അതുപോലെ കൂടാതെ തന്നെ ഇതൊരു PhD സെൻറ്റർ ആയതുകൊണ്ട് 2 PhD-കാരും ഈ കോളേജിൽ നിന്ന് ഡിഗ്രി കിട്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. അതും ഈ സമയത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ആ അവാർഡ് കൂടെ ഈ സമയത്ത്, ബിരുദം കൂടെ ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ M ജുനൈദ് ബുഷിരി അധ്യക്ഷനാകും. 1999 പുളുങ്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഈ വർഷം 113 പേരാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റുന്നത്. 2 പേർ PhD സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങും. കോളേജിന് അഭിമാനമായി BTech കമ്പ്യൂട്ടർ സയൻസിൽ 2ാം റാങ്കും MCA-യിൽ 1ഉം 2ഉം റാങ്കും പുളുങ്ങുന്ന ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചത്. ഇത്തവണ BTech-ലേക്ക് 5 ബാച്ചുകളിലായി 420 കുട്ടികൾ പ്രവേശനം നേടിയതായും പ്രിൻസിപ്പൽ ഡോക്ടർ K പ്രീത മാത്യു, ഡോക്ടർ N സുനിൽകുമാർ, ഡോക്ടർ KK അനിൽകുമാർ, ഡോക്ടർ P മനോജ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർഷക ദിനാഘോഷം വിപുലമാക്കാൻ മികച്ച കർഷകരെ വീട്ടിലെത്തി ക്ഷണിച്ച മാന്നാർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും. നാടിന്റെ നട്ടലായ കർഷകരെ അർഹമായ രീതിയിൽ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചിങ്ങം 1 കർഷക ദിനം ആചരിക്കുന്നത്. ചടങ്ങിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ നേരിട്ടെത്തി പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും ക്ഷണിച്ചത്. ചടങ്ങിന്റെ ഭാഗമായി ആദരിക്കുന്നതിനായി തെരഞ്ഞെടുത്ത കർഷകരുടെ വീടുകളിൽ നേരിട്ടെത്തിയാണ് ക്ഷണക്കത്ത് കൈമാറിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടൈറ്റസ് P കുര്യൻ, കൃഷി ഓഫീസർ ഹരികുമാർ PC, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ R എന്നിവരുടെ നേതൃത്വത്തിലാണ് കർഷകരുടെ വീടുകൾ സന്ദർശിച്ചത്.
നാടിന്റെ നട്ടലായ കർഷകർക്ക് അർഹമായ രീതിയിൽ ആദരവ് നൽകുന്നതിന്റെ ഭാഗമായാണ് വേറിട്ട ക്ഷണ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. കർഷകർക്ക് അർഹമായ ബഹുമാനവും പിന്തുണയും ഉറപ്പാക്കാൻ ഇത്തരം ഇടപെടലുകൾ സാധിച്ചേക്കുമെന്നും അവർ പ്രതീക്ഷ പങ്കുവച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് തിരുജയന്തി ആഘോഷം SNDP യോഗം മാന്നാർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളുടെ സംഘടിപ്പിക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവസന്തോത്സവം 2026 എന്ന പേരിൽ അത്തം മുതൽ ചതയം വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുക. ഗുരുവസന്തോത്സവത്തിന്റെ പ്രചരണാർത്ഥം SNDP യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറിയും ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വി ബിനുരാജിന്റെ നേതൃത്വത്തിൽ ഈ മാസം 14-ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ദീപശിഖാ പ്രയാണവും യൂണിയൻ മേഖല ശാഖാ ഭാരവാഹികളുടെയും പോഷക സംഘടനാ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഇരുചക്ര വാഹന വിളംബര റാലിയും നടക്കും. മാന്നാർ പോലീസ് SI സജിത് മോൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിങ്ങം 1 പറഞ്ഞ SNDP പതാക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അതായത് 17-ാം തീയതി രാവിലെ യൂണിയൻ ചേർന്ന അവിടെ പതാക ഉയർത്തി ഇവിടുത്തെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് എല്ലാ ദിവസവും ഞാൻ ഈ പറഞ്ഞ സമാപന സമ്മേളനം ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ദേവസ്വം ബോർഡിന്റെ മെമ്പർ സന്തോഷ് കുമാർ ഇവിടെ നടന്നിരിക്കുന്ന മുഴുവൻ മത്സരങ്ങളുടെയും മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. അതിനുശേഷം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ കനവ് പദ്ധതി എന്നൊരു പദ്ധതി ഞങ്ങൾക്കുണ്ട്. ചികിത്സാ ധനസഹായത്തിനുള്ളൊരു പദ്ധതിയുണ്ട്. വിദ്യാഭ്യാസ അവാർഡുകൾ കൊടുക്കുന്നൊരു പദ്ധതിയുണ്ട്. ചികിത്സാ ധനസഹായം, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് സഹായങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം SLC, +2, CBSE, ICSE, 10ാം ക്ലാസ്, 12ാം ക്ലാസ് ഈ വിഭാഗങ്ങളിൽ ഉന്നത വിജയിച്ചിരിക്കുന്ന ആളുകൾക്ക് ക്യാഷ് അവാർഡും അതോടൊപ്പം തന്നെ പുരസ്കാരങ്ങൾ നൽകും. ഗുരുവസന്തോത്സവം 2026ന്റെ ഉദ്ഘാടനം 16-ന് രാവിലെ 4:30-ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. 11 ദിവസങ്ങളിലായി കലാമത്സരങ്ങൾ, കാർഷിക വികസന സെമിനാർ, ഗുരുശ്രീ കർഷക ശ്രേഷ്ഠ പുരസ്കാര സമർപ്പണ ചടങ്ങ്, വിവിധ സമ്മേളനങ്ങൾ എന്നിവ നടക്കും. 26-ന് തിരുവോണ ദിനത്തിൽ യൂണിയൻ അതിർത്തിയിലെ എല്ലാ ശാഖായോഗങ്ങളിലും ഗുരുക്ഷേത്രങ്ങളിലും പൂക്കളമൊരുക്കും. ഗുരുവസന്തോത്സവം 2026ന്റെ സമാപന സമ്മേളനം 27-ന് വ്യാഴാഴ്ച രാവിലെ 9:30-ന് സജി ചെറിയാൻ MLA ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസമായ 28-ന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി എല്ലാ ശാഖകളിലും ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിക്കും. വിശേഷാൽ പൂജകൾ, ഗുരുദേവ ദർശന പ്രഭാഷണങ്ങൾ, ജയന്തി ഘോഷയാത്ര, പ്രസാദ വിതരണം എന്നിവയും നടക്കും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ KM ഹരിലാൽ, കൺവീനർ അനിൽ P ശ്രീരംഗം, ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി വി ബിനുരാജ് എന്നിവർ പങ്കെടുത്തു. മണലാടി സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാൾ ഓഗസ്റ്റ് 15 വരെ നടക്കും. ബുധനാഴ്ച നടന്ന കൊടിയേറ്റ് ചടങ്ങുകൾക്ക് റവറൻ ഡോക്ടർ തോമസ് കാട്ടൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റിനെ തുടർന്ന് നടന്ന ആഘോഷമായ പരിശുദ്ധ കുർബാനയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോർജ് പുതുമനമൊഴിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് വചന സന്ദേശം നൽകി. ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച ഇടവക ദിനത്തിൽ വൈകിട്ട് 4:30-ന് ജപമാല, മധ്യസ്ഥ പ്രാർത്ഥന, ലതീഞ്ഞ്, തുടർന്ന് നടക്കുന്ന ആഘോഷമായ പരിശുദ്ധ കുർബാന, വചന സന്ദേശം എന്നിവയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറൻ ഫാദർ ആന്റണി ഏത്തക്കാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 14-ന് ജപമാല ദിനം ആചരിക്കും. ചടങ്ങുകൾക്ക് പുളുങ്കുന്ന് സെന്റ് മേരീസ് പള്ളി വികാരി റവറൻ ഫാദർ ജെയിംസ് കുന്നിൽ നേതൃത്വം നൽകും. ഓഗസ്റ്റ് 15 പ്രധാന തിരുനാൾ ദിനത്തിൽ നടക്കുന്ന പ്രാർത്ഥനകൾക്ക് കുറുമ്പനാടം സെന്റ് ആന്റണീസ് പള്ളി വികാരി റവറൻ ഫാദർ ജോസഫ് കഴുന്നുകണ്ടത്തിൽ നേതൃത്വം നൽകും. രാവിലെ 10-ന് പരിശുദ്ധ റാസ, കുർബാന, വചന സന്ദേശം, തിരുനാൾ പ്രദക്ഷിണം, ലതീഞ്ഞ്, തുടർന്ന് കൊടിയിറക്ക് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 14,080 രൂപ, പവന് 1,12,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.